അങ്ങോട്ട് പോലെ ഫിഷ് ടെർമിനൽ പറയാം, അങ്ങനെ പറയും. ഫിഷ് മത്തി ഫിഷ് ഫിഷ്. ഹേ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടില്ലെന്ന് വെച്ചാൽ നമ്മളടുത്തില്ല മടക്കര ഫിഷ് ടെർമിനലിലേക്കാണ്. അപ്പം നമ്മളിങ്ങനെ ഫസ്റ്റ് കാണുന്നത് ഇവിടുത്തെ എൻട്രിയാണ്. അപ്പോൾ ഇവിടെ കുറേ തോണിയും പിന്നെ ഇവിടുത്തെ തൊഴിലാളികളെല്ലാം ഇങ്ങനെ ആ ഒരു ഈവനിങ് ടൈം ആസ്വദിച്ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തിയതേ ഇല്ലും. ഇവിടെ എത്തി കുറച്ച് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇല്ലതൊക്കെ നോക്കിക്കണ്ട് കണ്ടില്ലേ, നല്ലൊരു വ്യൂ ആണ്. കണ്ടില്ലേ ആ ഒരു വൈകുന്നേരത്തെ ആ സമയവും പിന്നെ ആ ഒരു കാറ്റും നല്ല ഭംഗിയുണ്ടായിട്ടോ എന്തായാലും കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ ഈ ആൾക്കാർ അത്ര ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോട്ട് വരാനുണ്ട്, മെയിനായിട്ടുള്ളൊരു ബോട്ട് വരാനുണ്ട്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ച് പിന്നെ സ്ലോ മോഷൻ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതായിരുന്നു ഇത്. അങ്ങനെ നമ്മൾ ഒരുപാട് സമയം കാത്തു നിന്നിന്. അന്ന് കുറച്ചൊരു ലേറ്റായിന് ബോട്ട് വരാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ ഇവിടെ ഇവരൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ കാണുന്നതെല്ലാം മീനുകൾ കൊണ്ടുവന്നിട്ട് എടുക്കുന്ന ബോക്സും പിന്നെ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. മീൻ കൊണ്ടുപോകുന്ന വണ്ടി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അവിടെ കുറച്ച് ആൾക്കാർ വല അവർ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അവർ മീൻ പിടിക്കുമ്പോൾ ഉണ്ടായ ഡാമേജ് ആയിട്ടുള്ള വലകളും കാര്യങ്ങളൊക്കെ അവർ നല്ല ഭംഗി ഉണ്ടായിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് അവർ ആ നെയ്തെടുക്കുന്ന ആ ഒരു രീതിയും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആ കുഞ്ഞു സൂചിയിൽ ഇവർ ഉപയോഗിക്കുന്നത് വേറെ തന്നെ ഒരു നല്ല വലിയ പിന്നെ സൂചി രൂപത്തിലുള്ളൊരു സംഭവങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. OTP പറഞ്ഞുതരാം. കാത്ത് നിന്ന് കാല് വേദനിച്ച്. അപ്പം നമ്മളെല്ലാവരും കൂടി അവിടെ കണ്ടില്ല ഇങ്ങനെ കുഞ്ഞാളിയും കുട്ടിയും നമ്മൾ അവിടെ കുറേ സമയം ഇരുന്നു. കുറച്ചധികം സമയം നമ്മൾ എന്തായാലും ഇരുന്നിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറിലധികം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒരു ഓടം വന്നിട്ട് മീൻ ഇറക്കിയിട്ട് പോയതായിരുന്നു. കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ അടുത്ത ഓടം വരാനുള്ള വെയിറ്റിങ്ങിലാണ് ഈ തൊഴിലാളികളും എല്ലാവരും. ഈ ഒരു ഓടം വരാനുള്ള വെയിറ്റിങ്ങിൽ മീൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ആക്കുന്നു. പോയിക്കോന്ന് പറഞ്ഞവരെ എണീക്കുന്നില്ല, പോയിക്കോന്ന് പറഞ്ഞവരെ എണീക്കുന്നില്ല. കുറേ എണ്ണം കണ്ടില്ല, അവരെല്ലാവരും ഒരുപോലെ നിന്നിട്ട് വലയൊക്കെ നല്ല റെഡിയാക്കി എടുക്കുന്ന അതിൽ കുടുങ്ങിക്കിടന്ന കുഞ്ഞു കുഞ്ഞു മീനുകളും പിന്നെ എല്ലാം മാറ്റി വല നല്ല ഫ്രഷാക്കി ഇടുന്നത്. ഇത് കാണുമ്പോൾ അപ്പം നമുക്ക് ഓർമ്മ വന്നത് നമ്മൾ ഈ ചെമ്മീൻ മൂവിയൊക്കെ കാണുമ്പോൾ അതിലുണ്ടാവുന്നില്ലേ ഹൊയ്യാരെ ഹൊയ്യാരെ ഹൊയ്യാ ഹൊയ്യാരെ ഹൊയ്യാരെ ഹൊയ്യാ, ആ ഒരു ഫീലാണ് കേട്ടോ ആ സമയത്ത് നമുക്ക് കിട്ടിയത്. നല്ല രസമുണ്ടായിനെ ആ ഒരു ആംബിയൻസിൽ. ആ സമയത്ത് ആ ഒരു രീതിയും ആ ഒരു പിന്നെ മീനുണ്ടോ അല്ല ഇടത്ത് പോയ നേരത്തെ ഒരു ബോട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ കാത്തിരിപ്പിനൊടുവിൽ ഒരു ഓടം വന്നെത്തിയിട്ടുണ്ട്. അപ്പം ഈ ഓടം മുഴുവനും മീനാണ്, നിറയെ മീനുണ്ടായിരുന്നു. ആ മീൻ വന്ന സമയത്ത് എവിടുന്ന് ഇത്ര ആൾക്കാർ ഓടി വന്നെന്ന് സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല. ഇനിയിപ്പം കാണുന്നത് ആവോലി എന്ന് പറഞ്ഞ മീനാണ്. അപ്പം നമ്മളവിടെ നിന്നുകൊണ്ട് അമ്പടൂനും ഒരു മീനിനെ അവർ കൊടുത്തിട്ടുണ്ടായിന്. ആവോലി മീനിനെ ഒരു 3 മീൻ വരെ അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നേ വെറുതെ. മീൻ വന്നതിന് ശേഷം നേരെ അവർ ഫുള്ള് ലേലം വിളിയായിരുന്നു. മീൻ ലേലത്തിന്
മത്തിയെടുത്തിട്ട് ഓടിയാലോ ഇതായില്ല കുഞ്ഞല്ലേ ഇത് മത്തി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ബോക്സുകളൊക്കെ മീനുകൾ വന്നാൽ അതിലാക്കാനുള്ള ബോക്സാണെന്ന് കണ്ടില്ലേ. ആ ബോക്സിലേക്ക് അവർ ഓരോരോ ബോക്സായിട്ട് ഓരോരോ മീനിനെ വേറെ തിരിച്ചിട്ട് അവർ അതിൽ വെച്ച് വണ്ടിയിൽ കയറ്റി അയക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത്. കണ്ടില്ലേ, ഈ ഓടെ മുഴുവൻ മത്തിയാണ്. ഫുള്ള് ഫ്രഷ് മത്തി എന്ന് പറഞ്ഞാൽ ഫ്രഷ് മത്തി. അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് ഇതിന് കാണാൻ വേണ്ടി. കണ്ടില്ലേ, അങ്ങനെ നമ്മളെ വീട്ടിലെത്തി. നമുക്കും അവർ കുറച്ച് മീൻ തന്നിട്ടുണ്ടായിന്. അവിടെ നിന്ന് വീട്ടിലെത്തി. കണ്ടില്ലേ, പാത്രം നിറയെ മീനിൻ്റെ അഭിഷേകമായിരുന്നു.